നിങ്ങൾ ഈ സാധനം ഇഷ്ടമില്ലാത്തവരാണോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ കഴിക്കും, ഞാൻ ഗ്യാരണ്ടി. ഇതുപോലെ കോവയ്ക്ക ഒരു ഗ്രേറ്ററിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു സവാള എടുത്ത് കട്ട് ചെയ്ത് ഗ്രേറ്ററിലിട്ട് അതും ചോപ്പ് ചെയ്ത് നമുക്ക് കോവയ്ക്കയുടെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഇതിൻ്റെ അരപ്പ് നമുക്ക് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ തിരുമിയതും 1 സ്പൂൺ ജീരകവും 3 പച്ചമുളക് രണ്ടായി മുറിച്ചതും പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്ക് ഒതുക്കിയെടുക്കാം. അതായത് തോരത്തിന് അരയ്ക്കുന്നത് പോലെ അരച്ച് മാറ്റി വയ്ക്കാം. ഇനി ചീനിച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഞാൻ വറ്റൽമുളക് മിക്കപ്പോഴും ഇടാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളകും ചേർക്കാവുന്നതാണ് കടുക് പൊട്ടിക്കുമ്പോൾ. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുത്ത് അത് മൂക്കുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയും ഉള്ളിയും എല്ലാം കൂടി ഇട്ടതിന് ശേഷം പാകത്തിന് ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം 2 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ കടുക് വറുക്കുമ്പോൾ ഇടാറില്ല, ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മാത്രമാണ് കറിക്ക് കറിവേപ്പിലയുടെ യഥാർത്ഥ സ്വാദും മണവുമൊക്കെ കിട്ടുക. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഞാൻ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ കോവയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തവി കൊണ്ട് ഒന്നുകൂടി ഇളക്കി നമ്മുടെ അരപ്പിൻ്റെ പച്ചമണം മാറാനും അരപ്പ് ഈ കോവയ്ക്കയിലേക്ക് പിടിക്കാനും വേണ്ടി ഒന്നുകൂടി അടച്ച് വെച്ച് ആവി കയറ്റാം. ഇപ്പോൾ കോവയ്ക്ക പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ഉപയോഗിക്കാം. അല്ല, കുറച്ചുകൂടി മൂക്കണമെങ്കിൽ നമുക്ക് അടപ്പ് മാറ്റിയിട്ട് മൂപ്പിച്ചെടുക്കാം. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുതേ.